സന്ദീപ് ജി നമസ്കാരം. നമസ്കാരം. സന്ദീപ് ജി, ഇപ്പോ രാജ്യവ്യാപകമായിട്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പാകിസ്ഥാനെ കൃത്യമായിട്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിലേക്ക് ഇന്ത്യയെ ഒരു കുറ്റവാളികളാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കാനുള്ള ആയുധമായിട്ട് പല പ്രസ്താവനകളും കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ വരാനിരിക്കുന്ന സമയങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് തുടച്ചു നിൽക്കുന്നതിനായിട്ട് വലിയ രീതിയിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതയില്ലേ? അല്ല, ഈ രാജ്യം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കേണ്ട, ഐക്യത്തോട് അഖണ്ഡതയോടുകൂടിയൊക്കെ പ്രതികരിക്കേണ്ട ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. നമ്മളുടെ രാഷ്ട്രം അതിർത്തി കടന്നുള്ള ഭീകരവാദം, മതഭീകരവാദം നേരിടുന്നു. രാജ്യത്തിന് നേരെ ശത്രു രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു രീതിയിലും നമ്മളുടെ സൈന്യത്തിന്റെ ആത്മവീര്യം ചോരുന്ന തരത്തിലോ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഭാരതത്തെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലോ നമുക്ക് ഐക്യമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കുക എന്നതാണ് ഏതൊരു പൗരന്റെയും ധർമ്മം. തീർച്ചയായും പ്രതിപക്ഷ കക്ഷി എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. സാധാരണ ഒരു പൗരനേക്കാൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി രാഷ്ട്രീയത്തെ സമീപിക്കുകയും രാജ്യകാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യാനുള്ള ബാധ്യത പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ചില കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും രാജ്യത്തെ ശത്രുക്കൾക്ക് സഹായകരമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഭാരതത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്താൻ മുതിരുന്നു എന്നത് ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. അതിപ്പോ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആയാലും രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകളായാലും അങ്ങനെയൊക്കെയുള്ള ചില നേതാക്കന്മാരുടെ നടത്തുന്ന പ്രസ്താവനകള് നമ്മുടെ രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് മാത്രമല്ല, ശത്രു രാജ്യത്തിന് ഇന്ധനം പകരുന്നത് കൂടിയാണ്. അത്തരുണത്തിൽ തന്നെയാണ് നമ്മൾ ശശി തരൂരിനെ പോലെയുള്ള ചില നേതാക്കന്മാരെ നടത്തിയ പക്വമായ പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും. അദ്ദേഹം വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് എന്നത് സ്വാഗതാർഹമാണ്. രാഷ്ട്രീയം ഏതായാലും എല്ലാവരും രാജ്യം നന്നാക്കാനാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും രാജ്യനന്മയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ ഒരാൾക്കും ശത്രുവിന്റെ കയ്യിലെ ആയുധം കൊടുക്കുന്ന തരത്തിൽ പ്രതികരിക്കാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇത്തരത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രതികരിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തോട് ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നത്. കാരണം ഇങ്ങനെ ആയിരുന്നില്ല. ഒരു പക്ഷെ കുറച്ചു കാലത്തേക്കെങ്കിലും കോൺഗ്രസ് നരസിംഹറാവുവിന്റെയും മൻമോഹൻ സിംഗിന്റെയും വേണമെങ്കിൽ പറയാം, ആ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ ഒരു രാജ്യവിരുദ്ധ നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പോ അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ഏതോ വിഭ്രാന്തിയിലായിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാര്. അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ ആരെയും കൂട്ടുപിടിക്കാം എന്ന ഒരു തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാരെ അധപ്പതിച്ചിരിക്കുന്നു. ഇതിന് കനത്ത വില കോൺഗ്രസ് രാഷ്ട്രീയം നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പലരും ഈ ഒരു പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഭീകരവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോലും പല പ്രദേശങ്ങളിലും ഇവരുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന ഒരു ന്യൂനപക്ഷ വോട്ടിനെ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും ഒരു തരത്തിലും അവരെ വേദനിപ്പിക്കാൻ പാടില്ലാത്ത തരത്തിലും, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഇതിനെ ഇല്ല എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഊർജ്ജമല്ലേ ഇവരുടെ ഈ ഒരു നിലപാട്? അല്ല, ന്യൂനപക്ഷങ്ങളെയും മത തീവ്രവാദത്തെയും രണ്ടും രണ്ടായി കാണണം. ന്യൂനപക്ഷവും മത തീവ്രവാദവും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇപ്പോൾ നാം പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന ഒരു സാമാന്യ തത്വം മുറുകെ പിടിച്ചിട്ട് വേണം നാം സംസാരിക്കാൻ. എല്ലാ മുസ്ലിങ്ങളും ഒന്നും തീവ്രവാദികളല്ല. രാജ്യസ്നേഹികളായ മുസ്ലിങ്ങൾ ധാരാളം ഈ രാജ്യത്തുണ്ട്. പക്ഷേ അവരെ കൂടി പ്രതിസ്ഥാനത്തേക്ക് നിർത്താൻ, അല്ല എങ്കിൽ ഇസ്ലാം വോട്ട് വേണമെങ്കിൽ മത തീവ്രവാദത്തെ പ്രീണിപ്പിക്കണം എന്ന തരത്തിലേക്ക് അധപ്പതിക്കുന്നത് യഥാർത്ഥത്തിൽ ദേശസ്നേഹികളായ അല്ലെങ്കിൽ ദേശീയവാദി മുസ്ലിങ്ങളെ ഇകഴ്ത്തുകയാണ്. അവരുടെ വില കുറച്ച് കാണുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ. കാര്യം തീവ്രവാദികളെ പിന്തുണച്ചാലേ മുസ്ലിമിന്റെ പിന്തുണ കിട്ടുകയുള്ളൂ എന്നത് ഒരു മിഥ്യാധാരണയാണ്. എന്താണ് ഇവിടെ തീവ്രവാദത്തിന് മതമില്ല, അല്ലെങ്കിൽ ഇസ്ലാം തീവ്രവാദവുമായി ബന്ധമില്ല എന്ന് പറയുന്നവർ എന്തിനാണ് മത തീവ്രവാദത്തെ പറ്റി പറയുമ്പോൾ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പോ മത തീവ്രവാദവും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഇവിടുത്തെ ഇസ്ലാം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് അവർ പറയുന്ന കാരണം എന്താ? മുസ്ലിം വോട്ട് നഷ്ടപ്പെടാതിരിക്കാനാണെന്നാണ് അവരുടെ ന്യായീകരണം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത് ആരാ? അപ്പോ എന്തു വന്നാലും ഇസ്ലാം തീവ്രവാദികൾ ചെയ്യുന്നതിനെ എല്ലാം ന്യായീകരിക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് എന്ന് പറയുന്ന നിലപാടിനോടാണ് നമുക്ക് എതിർപ്പ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അങ്ങനെയുള്ളവരൊന്നും അല്ല.
ഈ രാജ്യത്ത് എത്രയോ രാഷ്ട്രസ്നേഹികളായ, രാജ്യത്തിന്റെ താല്പര്യം മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ മുസ്ലിങ്ങൾ ലക്ഷക്കണക്കിനുള്ള ഒരു നാട്ടിലല്ലേ നാം ജീവിക്കുന്നത്. അപ്പൊ അവരെ കൂടി ഇകഴ്ത്തുന്ന തരത്തിലാണ് ഈ നിലപാട്. ഇത് അതുകൊണ്ടാണ് നാം പറയുന്നത്, കോൺഗ്രസിന്റെ നിലപാട് ഒരു തരത്തിലും മുസ്ലിം സമൂഹത്തിന് ഗുണകരമായ നിലപാടല്ല. കോൺഗ്രസിന്റെ നിലപാട് സഹായിക്കുന്നത് മുസ്ലിം തീവ്രവാദികളെയാണ്. അല്ലാതെ ഇസ്ലാം എന്ന് പറയുന്ന സമാധാനം ഏതെങ്കിലും രീതിയിൽ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഒരു രീതിയിലും ഇത് സഹായകരമല്ല. അവരെ കൂടി പ്രതിക്കൂട്ടി നിർത്താനും അവരെ കൂടി സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ മാത്രമേ കോൺഗ്രസിന്റെ ഈ നിലപാട് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത്. കാരണം ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ വിഭജനം ഉണ്ടാക്കിയ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിച്ചത് കോൺഗ്രസ് ആണ്. അവർ വീണ്ടും അതിനുള്ള ശ്രമമാണ്. രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പറ്റുമോ, 28 സംസ്ഥാനങ്ങളിലും അസ്വസ്ഥത ഉണ്ടാക്കി അങ്ങനെ നരേന്ദ്രമോദിയെ ഇറക്കി വിടാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുടില ചിന്തയുടെ ഭാഗമാണിത്. ഇതൊരിക്കലും ദേശീയ താല്പര്യത്തിന് അനുകൂലമല്ല. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണ മുസ്ലിങ്ങളുടെ വികാരത്തിനും അനുകൂലമല്ല. ഇപ്പോ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുള്ള പല ആളുകൾക്കെതിരെയും പല സംസ്ഥാനങ്ങളിലും നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കേരളത്തിലെ പല ആളുകളുമാണ്. ഈ ഒരു വിഷയത്തിൽ പല രീതിയിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ഒരു രീതിയിലും ഒരാൾക്കെതിരെ പോലും ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അതിന്റെ മറുപടിയാണ് ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് CPM ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ CPM-മാർ അതിൽ പെടില്ല എന്ന് വിചാരിക്കരുത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ CPM ആണെന്ന് കൂടി മനസ്സിലാക്കിക്കൊള്ളുക. രാജ്യത്ത് ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ.